കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് ചിറ്റാരിക്കൽ ഡിവിഷൻ പിടിച്ചെടുക്കാൻ LDF നിയോഗിച്ചിരിക്കുന്നത് ഒരു 23 വയസ്സുകാരിയാണ് കവിത കൃഷ്ണൻ. SFI ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമായ കവിത കൃഷ്ണൻ കണ്ണൂർ യൂണിവേഴ്സിറ്റി യൂണിയൻ ജനറൽ സെക്രട്ടറി സ്ഥാനം വഹിക്കുന്നതിനിടെയാണ് തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിനിറങ്ങുന്നത്. കവിത കൃഷ്ണനോടൊപ്പം നമ്മുടെ കാസർഗോഡ് പ്രതിനിധി ചേരുകയാണ്. ഗുഡ് മോർണിംഗ് കേരളത്തിൽ. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ യുവാക്കൾക്ക് വലിയ പരിഗണനയാണ് LDF സ്ഥാനാർത്ഥിത്വത്തിൽ നൽകിയിരിക്കുന്നത്. കാസർഗോഡ് ജില്ലാ പഞ്ചായത്തിൽ ഏറ്റവും പ്രായം കുറഞ്ഞ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത് കവിത കൃഷ്ണനാണ്. വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനത്തിലൂടെ വളരെ സജീവമായി നിൽക്കുന്ന ഒരു പ്രവർത്തകയാണ്. അതോടൊപ്പം തന്നെ കണ്ണൂർ യൂണിവേഴ്സിറ്റി യൂണിയൻ്റെ ജനറൽ സെക്രട്ടറി, SFIയുടെ കാസർഗോഡ് ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം. ചിറ്റാരിക്കാൽ ഡിവിഷനിൽ നിന്നാണ് കവിത കൃഷ്ണൻ മത്സരരംഗത്തേക്ക് വരുന്നത്. എങ്ങനെയുണ്ട് മത്സരരംഗത്ത് പ്രചാരണം സജീവമായ? പ്രചരണം തുടങ്ങിയിട്ടില്ല. ഇന്നലെയാണ് സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉണ്ടായിട്ടുള്ളത്. ഇപ്പോൾ ഇനി മുതൽ വരുന്ന ദിവസങ്ങളിൽ ഏറ്റവും നല്ല പ്രചരണ പ്രവർത്തനങ്ങൾ തന്നെ ഏറ്റെടുക്കും. SFI ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പറാണ്. അപ്പോൾ SFIയിലെ സഖാക്കൾ കൂടി ചേർന്നുകൊണ്ട് ഏറ്റവും നല്ല പ്രചരണമായിരിക്കും വരുന്ന ദിവസങ്ങളിൽ ചിറ്റാരിക്കാൽ ഡിവിഷനിൽ ഏറ്റെടുക്കും. ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നു, യുവാക്കൾക്ക് അതോടൊപ്പം തന്നെ വിദ്യാർത്ഥികൾക്കൊക്കെ വലിയ പ്രാധാന്യമാണ് ഇടതുപക്ഷം ഈ സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ട് നൽകുന്നത്. അതെ, നമുക്ക് സംസ്ഥാനത്തെ മുഴുവനായിട്ടുള്ള LDFൻ്റെ ഇടതുപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥി പട്ടിക ഉൾപ്പെടെ വരുന്ന സമയത്ത് അത് നോക്കിയാൽ മനസ്സിലാവും. വലിയ രീതിയിലാണ് യുവാക്കൾ അതുപോലെ തന്നെ വിദ്യാർത്ഥികളെ ഉൾപ്പെടെ ഞങ്ങളെപ്പോലുള്ള ബാലസംഘത്തിൻ്റെ ഭാഗമായിട്ടൊക്കെ പ്രവർത്തിക്കുന്ന ഒരുപാട് ആൾക്കാരെ പാർട്ടി പരിഗണിച്ചിട്ടുണ്ട്, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പരിഗണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ വളർന്നു വരുന്ന യുവതലമുറയെ പരിഗണിച്ചുകൊണ്ട് അവരിലൂടെ ഇത്തരത്തിൽ ജനാധിപത്യത്തിനൊരു അവസരം നൽകുക എന്നത് ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അഭിമാനകരമായ ഒരു കാര്യം കൂടിയാണ്. ഒരു സ്ഥാനാർത്ഥിയായാലും വളരെ സന്തോഷവും അഭിമാനമുണ്ട്. കണ്ണൂർ യൂണിവേഴ്സിറ്റിൻ്റെ ജനറൽ സെക്രട്ടറിയാണ്. അപ്പോൾ ഈ കോളേജ് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടൊക്കെ മത്സരരംഗത്ത് ഉണ്ടായിട്ടുണ്ട്. അവിടെ നിന്നാണ് ഈ പാർലമെൻ്ററി രംഗത്തേക്ക്, ഈ കാസർഗോഡ് ജില്ലാ പഞ്ചായത്തിൻ്റെ ഒരു പ്രധാന ഡിവിഷനിലേക്ക് മത്സരരംഗത്തേക്ക് വരുന്നത്. ആ ഒരു മാറ്റത്തെ എങ്ങനെയാണ് കാണുന്നത്? അത് ഞാൻ ഡിഗ്രി പഠിക്കുന്ന സമയത്ത് കോളേജിൽ UUC ആയിരുന്നു. കളിച്ചാണ്ട് SNDP കോളേജിലാണ് പഠിച്ചത്. അപ്പോൾ UUC ആയിരുന്നു. പിന്നീട് ഇപ്പോൾ PGക്ക് പഠിക്കുകയായിരുന്നു. PG 2ാം വർഷ വിദ്യാർത്ഥിയാണ്. അപ്പോൾ ഈ സമയത്താണ് UUC തിരഞ്ഞെടുക്കപ്പെട്ടു. ഇപ്പോൾ കണ്ണൂർ സർവകലാശാലയുടെ ജനറൽ സെക്രട്ടറിയായി പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ ഒരുപാട് തെരഞ്ഞെടുപ്പിൽ മത്സരരംഗത്ത് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് SFI ആണല്ലോ, അപ്പോൾ ഒരുപാട് ക്യാമ്പസിൽ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. ഇത്തരത്തിൽ തെരഞ്ഞെടുപ്പിന് ഒരു പരിചയക്കുറവൊന്നുമില്ല. തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നിരവധി സ്കൂളുകളിലായാലും അതുപോലെ തന്നെ കോളേജുകളിലായാലും പ്രവർത്തിക്കുന്നതാണ്. അതുകൊണ്ട് തെരഞ്ഞെടുപ്പിന് പരിചയക്കുറവൊന്നുമില്ല. അതുപോലെ തന്നെ ഈ തെരഞ്ഞെടുപ്പിനെയും നേരിടാൻ വേണ്ടിയിട്ടാണ് വിചാരിക്കുന്നത്. പുതിയ കാലത്ത് യുവാക്കൾക്ക് കൂടുതൽ പ്രാധാന്യം നൽകുമ്പോൾ അതിനെ സന്തോഷത്തോടുകൂടിയാണ് കാണുന്നത്. അതെ, ഒരുപാട് സന്തോഷമുണ്ട്. കാര്യം യുവാക്കൾക്കായിരിക്കും കുറച്ചുകൂടി പുതിയ കാലത്തിനനുസരിച്ചുള്ള ഒരു നമ്മുടെ സമൂഹത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകൾ കുറച്ചുകൂടി ഉണ്ടാവും. അപ്പോൾ ആ യുവാക്കളെ അല്ലെങ്കിൽ പുതിയ തലമുറയെ പരിഗണിക്കുന്നത് വഴി വികസന പ്രവർത്തനങ്ങൾ കുറച്ചുകൂടി മാറ്റത്തോടുകൂടി, ആ പഴയ കാലങ്ങളിൽ നിന്ന് മാറ്റം, പുതിയ കാലത്തിനനുസരിച്ച മാറ്റം കൂടി വരുത്താൻ വേണ്ടി പറ്റുമെന്ന് വിചാരിക്കുന്നു. അതുകൊണ്ട് നല്ലൊരു കാര്യം തന്നെയാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു മത്സരം നടക്കുന്ന സ്ഥലമായിരിക്കും ചിറ്റാരിക്കൽ ഡിവിഷൻ. നിലവിൽ നോക്കുമ്പോൾ UDFന് അല്പം മേൽക്കൈയുള്ള ഒരു സ്ഥലമാണ്. ഏത് രീതിയിലായിരിക്കും പ്രചാരണ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്? വിജയപ്രതീക്ഷ എത്രത്തോളം ഉണ്ട് കവിതയ്ക്ക്? വിജയപ്രതീക്ഷയുണ്ട്. നിലവിൽ UDFൻ്റെ ഭാഗമായിട്ടുള്ള ഒരു ഡിവിഷനാണ്. എന്നാൽ കൂടി ഈ പറഞ്ഞതുപോലെ കഴിഞ്ഞ LDFൻ്റെ നേതൃത്വത്തിലാണ് കഴിഞ്ഞ പ്രാവശ്യം ജില്ലാ പഞ്ചായത്ത് ഭരണസമിതി ഉൾപ്പെടെ ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ആ LDFൻ്റെ നേതൃത്വത്തിലുള്ള ജില്ലാ പഞ്ചായത്ത് ഏറ്റവും മികവാർന്ന വികസന പ്രവർത്തനങ്ങളാണ് ജില്ലയുടെ പല ഭാഗങ്ങളിലും നമ്മുടെ എല്ലാ ഭാഗത്തും നടത്തിയിട്ടുള്ളത്. അപ്പോൾ ആ ജില്ലാ പഞ്ചായത്ത് നടത്തിയ വികസന പ്രവർത്തനങ്ങൾ കഴിഞ്ഞ 10 വർഷമായിട്ട് നമ്മുടെ സംസ്ഥാനത്തെ LDF സർക്കാരിൻ്റെ നേതൃത്വത്തിലുള്ള വികസന പ്രവർത്തനങ്ങൾ, എല്ലാ മേഖലയിലുള്ള വികസന പ്രവർത്തനങ്ങൾ, അവയൊക്കെയും ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായിട്ട് കൃത്യമായി ജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി ശ്രമിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ നല്ല വികസന പ്രവർത്തനങ്ങൾ നടത്തിയ കൊണ്ട് ജനങ്ങളിലേക്ക് പോകാൻ ഭയമൊന്നുമില്ല. അപ്പോൾ കൃത്യമായി ഇത്തരത്തിലുള്ള സത്യമായ കാര്യങ്ങൾ, വികസന പ്രവർത്തനങ്ങൾ ജനങ്ങളിലേക്ക് എത്തിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പിനെ നേരിടാൻ വേണ്ടിയിട്ടാണ് ഉദ്ദേശിക്കുന്നത്. വോട്ടർമാരോട് എന്താണ് നേരിട്ട് കാണുമ്പോൾ പറയാനുള്ളത്? വോട്ടർമാരോട്, തെരഞ്ഞെടുപ്പാണ്. ഇന്ത്യ നമ്മുടെ ജനാധിപത്യ രാജ്യമാണ്. അപ്പം അതുകൊണ്ട് തന്നെ ജനാധിപത്യത്തിന് കീഴിൽ നിൽക്കുന്ന ഒരു രാജ്യം എന്ന രീതിയിൽ എല്ലാവരും അവരുടെ വോട്ടവകാശം കൃത്യമായി വിനിയോഗിക്കുക. ആർക്കാണ് നമ്മൾ വോട്ട് ചെയ്ത് വിജയിപ്പിക്കേണ്ടത്, ആരാണ് നമ്മുടെ നാട്ടിന് വികസനം കൊണ്ടുവന്നിട്ടുള്ളത്, ഈ മാറ്റങ്ങൾക്കൊക്കെ കാരണമായിട്ടുള്ളതെന്ന് കൃത്യമായി തിരിച്ചറിഞ്ഞുകൊണ്ട് ആ ആൾക്കാർക്ക്, നമ്മുടെ വികസനത്തിന് നേതൃത്വം നൽകുന്ന ഒരു മുന്നണിക്ക്, ഇടതുപക്ഷത്തിന് വോട്ട് നൽകി കൃത്യമായി അവരുടെ വോട്ടവകാശം വിനിയോഗിക്കാൻ വേണ്ടിയിട്ടാണ് വോട്ടർമാരോട് പറയാനുള്ളത്. ചിറ്റാരിക്കാലിൽ ഒരു മാറ്റം വരണം, ഒരു അവസരം തരണം. അതെ, ചിറ്റാരിക്കാലിൽ കൃത്യമായിട്ടും ശരിയായിട്ടും ഇനിയും മാറ്റങ്ങൾ വരാനുണ്ട്. മലയോര മേഖലയാണ്. അപ്പോൾ മലയോരമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇത്തരത്തിൽ സർക്കാർ ഒരുപാട് പ്രവർത്തനങ്ങൾ ചെയ്തു വരുന്നുണ്ട്. ഇനിയും ഒരുപാട് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ദിവസത്തെ LDFൻ്റെ പ്രചരണ പത്രികയിൽ ഉൾപ്പെടെ ഒരുപാട്
ഇനി വരാനിരിക്കുന്ന നമ്മുടെ പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള കാര്യങ്ങൾ സൂചിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിൽ ഈ മലയോരത്തെ കൂടി പരിഗണിച്ചുകൊണ്ടുള്ള മലയോരത്തിന് വേണ്ടിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ കൂടി നടത്താനുണ്ട്. അതുകൊണ്ട് തീർച്ചയായും പരിചയക്കുറവില്ലാത്തൊരു മേഖലയല്ല, SFIയുടെ ഭാഗമായിട്ട് പ്രവർത്തിച്ചിട്ടുള്ളൊരു മേഖല തന്നെയാണ് ചിറ്റാരിക്കാൽ മേഖല. അപ്പോൾ അത്തരത്തിൽ അവിടെ ഇനിയും വേണ്ട വികസനങ്ങൾക്കനുസരിച്ച് ഞങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് പ്രവർത്തിക്കാൻ വേണ്ടിയിട്ട് തയ്യാറാവും. അതുതന്നെയാണ് ജനങ്ങളോട് പറയാനുള്ളത്. വലിയൊരു ഉറപ്പാണ്, അവരുടെ കൂടെ ഉണ്ടാകുമെന്നൊരു ഉറപ്പാണ് കവിതാ കൃഷ്ണൻ LDF സ്ഥാനാർത്ഥി ചിറ്റാരിക്കാൽ ഡിവിഷനിൽ നിന്ന് ജനവിധി തേടുന്ന കവിതാ കൃഷ്ണൻ വോട്ടർമാരോട് പറയുന്നത്. ചിറ്റാരിക്കാൽ ഡിവിഷനിൽ ഒരു മാറ്റമുണ്ടാക്കാൻ ഇത്തവണ കഴിയുമെന്നും വിജയക്കൊടി പാറിക്കുമെന്നുമാണ് കവിതയുടെ ആത്മവിശ്വാസം. ക്യാമറാമാൻ ഷൈജു പിലാത്രയോടൊപ്പം സിജു കണ്ണൻ.